നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന കഥ ത്യാഗസീമ എന്ന് പറഞ്ഞ സിനിമയിലാണല്ലോ. 1951 മെയ് മാസത്തിൽ ചെറിയകീഴുകാരനായ അബ്ദുൽ ഖാദർ, പിന്നെ എന്താ പറയുക, പ്രേം നസീറായി മാറിയ മനുഷ്യൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് 1951 മെയ് മാസത്തിലാണ്. ത്യാഗസീമയിൽ സത്യനുമുണ്ട്, സത്യമാഷുമുണ്ട്, നസീർ സാറുമുണ്ട്. പക്ഷേ പടം പൂർത്തിയായില്ല. KMK മേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു ത്യാഗസീമ നിർമ്മിച്ചത്. 25 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിൽ ആ ത്യാഗസീമ പോയി പിന്നെ മരുമകളിലൂടെയാണല്ലോ അദ്ദേഹത്തിൻ്റെ തുടക്കം. ആ തുടക്കം മുതൽ 25 വർഷക്കാലം അദ്ദേഹം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നായികമാരായി അഭിനയിച്ച ആളുകളെക്കുറിച്ച് നസീർ സാറ് എന്താ പറയുക വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നായികമാരെക്കുറിച്ച് എത്ര പേർ എന്ന കണക്കുവയ്പ്പ് നസീർ സാർ നടത്തിയിട്ടില്ല. എൻ്റെ കൂടെ എത്ര നായികമാർ അഭിനയിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയിട്ടില്ല. എന്നാലും അദ്ദേഹം പറയുന്നു ഏതാണ്ട് ഈ പറയുന്ന 75 വരെ 74ഓളം നായികമാർ നസീർ സാറിനോടൊപ്പം മരം ചുറ്റി ഓടിയും പ്രേമിച്ചും കെട്ടിപ്പിടിച്ചുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുന്നു. ഇവരിൽ ചിലർക്കൊക്കെ നരച്ചു, ചിലർ മരിച്ചു, ചിലർ സിനിമ വിട്ട് ആളറിയാതെ എവിടെയൊക്കെയോ ജീവിക്കുന്നു, ചിലർ മാത്രം ഭംഗിയായി കുടുംബജീവിതം നയിക്കുന്നു എന്നാണ് 75 നസീർ സാർ പറഞ്ഞത്. 75 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 48 വർഷം മുമ്പ് പറഞ്ഞ കഥയാണ് ഞാൻ പറയുന്നത്. 1951 1976 ഇടയിൽ 25 വർഷത്തെ തൻ്റെ നായികമാരായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹം വിലയിരുത്തുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം. 25 വർഷം അഭിനയ രംഗത്ത് പൂർത്തിയാക്കുമ്പോൾ തന്നോടൊപ്പം അഭിനയിക്കുന്ന നായികയ്ക്ക് 25 വയസ്സ് പോലും ഇല്ല എന്ന് അദ്ദേഹം കളിയായി പറയുന്നുണ്ട്. ഞാൻ സിനിമയിൽ 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന നായികയ്ക്ക് 25 വയസ്സില്ല. അങ്ങനെയുള്ള നായികയുമായിട്ടാണ് ഞാൻ മരം ചുറ്റി പ്രേമമൊക്കെ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹം കളിയായി പറയും. മുത്തശ്ശനായി കഴിഞ്ഞ ഞാൻ എൻ്റെ ഏറ്റവും ഇളയ മകളുടെ പ്രായം പോലും ഇല്ലാത്ത നായികമാരുമായിട്ട് ഒന്നിച്ചാണ് ചെന്നായ വളർത്തിയ കുട്ടിയിലും തുലാവർഷത്തിലും പ്രേമരംഗങ്ങൾ അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കുട്ടി, അതായത് 4ാമത്തെ പെൺകുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത അവളുമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ചിലപ്പോഴെങ്കിലും ഇത് ഓർക്കുമ്പോൾ എനിക്ക് നാണം തോന്നുമെന്നാണ് നസീർ സാർ അന്ന് പറഞ്ഞത്. അടുത്ത നിമിഷത്തിൽ ആ നാണം മാറുകയും ചെയ്യും. കാരണം അഭിനയം എൻ്റെ തൊഴിലാണ്, അവിടെ ആവശ്യമുള്ളത് ചെയ്യുന്നു. അതിൽ വിഷമിച്ചിട്ടോ കുണ്ഠിതപ്പെട്ടിട്ടോ നാണം തോന്നിയിട്ടോ കാര്യമില്ലല്ലോ എന്നാണ് നസീർ സാർ ചോദിക്കുന്നത്. 100% ശരിയായ ചോദ്യമാണത്. എൻ്റെ നായികമാരെ പറ്റിയാണല്ലോ പറയുന്നത്. ഇതുവരെ എന്നോടൊപ്പം അഭിനയിച്ച എല്ലാ നായികമാരെ പറ്റിയും പറയുക എളുപ്പമല്ല. കാരണം 10-75 പേരെ പറ്റി പറയണ്ടേ. കുറച്ച് പേരെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. അതുകൊണ്ട് മറ്റുള്ളവർ അർഹതപ്പെടാത്തവരാണെന്നോ കഴിവില്ലാത്തവരാണോ എന്ന് ആരും അർത്ഥമാക്കരുത് എന്ന് മുൻകൂർ ജാമ്യവും നസീർ സാർ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയൊരു അവസരത്തിൽ ഈ പറയുന്ന നായികമാർ പോയിട്ട് ഞാൻ പറയാതെ വിട്ടുകളഞ്ഞ നായികമാരെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ വീണ്ടും സംസാരിക്കാം എന്നും സാർ പറയുന്നു. സ്ഥലപരിമിതി മൂലമാണ് ഇവിടെ എണ്ണം കുറയ്ക്കുന്നത്. ഇവിടെ പേര് പറയാത്തവർ എന്നോട് ക്ഷമിക്കണം എന്നും നസീർ സാർ പറയുന്നു. ത്യാഗസീമയിലൂടെ അഭിനയം തുടങ്ങിയ നടനാണല്ലോ നസീർ സാർ. ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള മനോഹരമായ മലയാളിയുടെ താരാട്ട് പാട്ട് എഴുതിയ ഇരയമ്മൻ തമ്പിയുടെ മകൾ, കുഞ്ഞുകുട്ടി തങ്കച്ചിയുടെ മകൾ, അനന്തലക്ഷ്മി തങ്കച്ചിയുടെ ചെറുമകളായ ഇന്ദിരാഭായി തങ്കച്ചിയാണ് നസീർ സാറിനോടൊപ്പം ത്യാഗസീമ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് നായികയായത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ബന്ധം ഒന്നുകൂടെ പറയാം. ഇരയമ്മൻ തമ്പിയുടെ മകൾ, കുഞ്ഞുകുട്ടി തങ്കച്ചിയുടെ മകൾ, അനന്തലക്ഷ്മി തങ്കച്ചിയുടെ ചെറുമകൾ ഇന്ദിരാഭായി. ഇന്ദിരാഭായി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ നൃത്ത അധ്യാപികയായിരുന്നു. ത്യാഗസീമ മുടങ്ങിയതോടെ ആദ്യത്തെയും അവസാനത്തെയും പടം അയ്യോ ഇനി ഞാനില്ലേ എന്ന് പറഞ്ഞ് ഇന്ദിരാഭായി തങ്കച്ചി അഭിനയം നിർത്തി. വേറൊരു ചിത്രത്തിലും ഇന്ദിരാഭായി തങ്കച്ചി പിന്നെ അഭിനയിച്ചിട്ടില്ല. ത്യാഗസീമയുടെ പിന്നിലെ പ്രേം നസീറിനെ തേടി വന്ന ഓഫർ പോൾ കല്ലിങ്കൽ നിർമ്മിച്ച മരുമകൾ എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടുകയും പ്രേം നസീർ അഭിനയിച്ച് പൂർത്തിയാക്കിയ ആദ്യ ചിത്രമായി
മരുമകൾ മാറുകയും ചെയ്തു. ത്യാഗസീമയിൽ അഭിനയിച്ചുകൊണ്ടാണ് മരുമകളുടെ ഓഫർ അദ്ദേഹത്തിനെ തേടി വന്നത്. രണ്ടാമത്തെ ചിത്രമായ ബിഷപ്പിൻ്റെ വിളി ചിത്രീകരണം നടക്കുമ്പോഴായിരുന്നു മരുമകളുടെ റിലീസ്. ആലപ്പുഴയിൽ ഉദയയിൽ KNKയുടെ ബിഷപ്പിൻ്റെ വിളിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നസീർ സാർ ആദ്യമായിട്ട് അഭിനയിച്ച മരുമകൾ തിരശ്ശീലയിലെത്തിയത്. വയലാർ രാമവർമ്മയുടെയും PA തോമസിൻ്റെയും പറവൂർ ഭരതൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു പോൾ കല്ലിങ്കൽ. MB പ്രൊഡക്ഷൻസ് എന്നായിരുന്നു പോൾ കല്ലിങ്കലിൻ്റെ ബാനർ. സിനിമ ദയനീയമായി പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർന്നു. ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി. ചട്ടയും മുണ്ടും ധരിക്കുന്ന നാടൻ തനി ക്രിസ്ത്യാനിയായ പെണ്ണായിരുന്നു പോൾ കല്ലിങ്കലിൻ്റെ ഭാര്യ. അവർക്ക് ഭർത്താവിൻ്റെ നാടക സിനിമാ കമ്പത്തോട് ഒട്ടും യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. 6 വർഷങ്ങൾക്ക് ശേഷം വയലാർ രാമവർമ്മ ഇടപെട്ട് പോളിനെയും ഭാര്യ ലൂസിയെയും ഒന്നിപ്പിച്ചു. അവർ പേർ പിരിഞ്ഞ് താമസിച്ചെങ്കിലും രണ്ടുപേരെയും വയലാർ ഒന്നിപ്പിച്ചു. അസേ, നിങ്ങൾ തുടങ്ങിയ സിനിമയിലൂടെ ഞാൻ രക്ഷപ്പെട്ടു. നസീർ സാർ പോൾ കല്ലിങ്കലിനോട് പറഞ്ഞതാണ്. നിങ്ങൾ തുടങ്ങിയ സിനിമയിലൂടെ ഞാൻ രക്ഷപ്പെട്ടു. ആ സിനിമയുടെ വിധി അതായിരിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു സിനിമ കൂടി നിർമ്മിക്കാൻ ശ്രമിക്കാം, ഞാനും സഹായിക്കാം, നസീർ സാർ ആ നിർമ്മാതാവിനോട് പറഞ്ഞു. ഇവിടേക്കാണ് നസീർ സാർ വ്യത്യസ്തനാവുന്നത്. ഇന്നത്തെ ഏത് നിർമ്മാതാവ്, ഏത് സംവിധായകൻ അല്ലെങ്കിൽ ഏത് നായകൻ പറയും പടം പൊളിഞ്ഞു പോയില്ലേ, നമുക്ക് അടുത്തൊരു പടം കൂടെ തുടങ്ങാം, ഞാൻ സഹായിക്കാം എന്ന് ഇന്നത്തെ ഒരു നായകനും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോൾ കല്ലിങ്കൽ വർഷങ്ങൾക്ക് ശേഷം ഗംഗാസംഗമം എന്ന് പറഞ്ഞ നസീർ സാറിനെ വെച്ച് ഒരു സിനിമ കൂടെ ചെയ്തു. സാമ്പത്തിക വിജയം നേടിയില്ല എങ്കിലും നഷ്ടം വന്നില്ല. 1990 ഫെബ്രുവരി 8 ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ നിർമ്മാതാവ് പോൾ കല്ലിങ്കൽ മരിച്ചു. SK ചാരിയായിരുന്നു മരുമകളുടെ സംവിധാനം. പ്രേം നസീറിന് ആ സിനിമയിൽ അഭിനയിച്ചതിന് കൊടുത്ത പ്രതിഫലം 750 രൂപയായിരുന്നു. അന്ന് ചിറയൻകീഴുകാരൻ അബ്ദുൽ ഖാദർ ആയിരുന്നു അദ്ദേഹം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മരുമകൾ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ തുടക്കം മുതൽ അവസാനം വരെ നിർത്താത്ത കൂക്കുവിളിയായിരുന്നു. അബ്ദുൽ ഖാദർ എന്ന നവാഗതൻ്റെ മിതത്വമുള്ള അഭിനയം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ കണ്ടിരിക്കുന്നത് തമിഴ് നാടകങ്ങളിൽ നിന്ന് സിനിമയിലെത്തിയ സ്ക്രീനിലും ഓവർ ആക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. അവിടെയാണ് വളരെ മിതത്വത്തോടുകൂടി ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന നസീർ സാറിൻ്റെ അല്ലെങ്കിൽ അബ്ദുൽ ഖാദറിൻ്റെ പ്രകടനം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൂവലോട് കൂവലായിരുന്നു. ബിഷപ്പിൻ്റെ വിളി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ചാക്കോയും തെക്കുറിശിയും കൂടെ രഹസ്യമായി നമ്മളെ പടത്തിൽ അഭിനയിക്കുന്ന നായകൻ്റെ സിനിമ കാണാൻ പോയ കഥ ഞാൻ പറഞ്ഞിരുന്നു. തിയേറ്ററിൽ നിർത്താത്ത കൂക്കുവിളിയായപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുഞ്ചാക്കോ പറഞ്ഞു, അയാൾ നായകനായിട്ട് വേണ്ട, അയാളെ കട്ട് ചെയ്ത് വിടാം. പക്ഷേ തെക്കുറിശി വാശി പിടിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞത്. മരുമകളിൽ 2 നായികമാരായിരുന്നു. നസീർ സാറിൻ്റെ നായികയായിരുന്നത് നെയ്യാറ്റിങ്കര കോമള, പിന്നെ ദുർഗാവർമ്മ. അപ്പം പ്രേം നസീർ എന്ന് പറഞ്ഞ നായകൻ്റെ തിരശ്ശീലയിൽ വന്ന ആദ്യത്തെ നായികയാണ് നെയ്യാറ്റിങ്കര കോമളം. ഈ അടുത്ത കാലത്തും ഞാൻ അവരെ ഒന്ന് കാണാനൊരു ശ്രമം നടത്തി. പക്ഷേ ആരൊക്കെയോ അവരെ ഈ ചാനലുകാർ ചെന്ന് എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയോ എന്തൊക്കെയോ മോശത്തരം കാണിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അവരൊരു ക്യാമറയ്ക്ക് മുന്നിൽ ഇനി ഇരിക്കേണ്ട എന്നാണ് എനിക്ക് വേണ്ടി സംസാരിച്ച ഒരാളിനോട് പറഞ്ഞത്. അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് സംസാരിച്ചത്. അവർ പറഞ്ഞു വേണ്ട 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 എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് നെയ്യാറ്റിങ്കര കോമള അമ്മയെ ഒന്ന് കാണാൻ പറ്റാത്തത്. പ്രേം നസീർ എന്ന നിത്യഹരിത നായകൻ്റെ ആദ്യ നായിക എന്ന പട്ടം നെയ്യാറ്റിങ്കര കോമളത്തിനാണ് സ്വന്തമായി കിട്ടിയത്. 1951 മെയ് മാസത്തിലാണ് പ്രേം നസീർ ത്യാഗസമിക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. കൊട്ടാരം ഡാൻസർമാരോ കൊട്ടാരവുമായി ബന്ധപ്പെട്ട മറ്റ് വനിതകളോ പൊതുവേദിയിൽ ഇറങ്ങുന്നത് നിഷിദ്ധമായി കരുതിയിരുന്ന കാലത്താണ് ഇന്ദിരാഭായി തങ്കച്ചി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. കൊട്ടാരത്തിൽ നിന്നവർ പ്രത്യേക അനുവാദം അതിനുവേണ്ടി വാങ്ങിയിരുന്നു. നിർമ്മാതാവ് കൂടിയായ K. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കൗമുദി ബാലകൃഷ്ണൻ അബ്ദുൽ ഖാദറിനെയും ഇന്ദിരാഭായി തങ്കച്ചിയെയും പ്രേമരംഗങ്ങളിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് പഠിപ്പിച്ചത് K. ബാലകൃഷ്ണനാണ്. കെട്ടിപ്പിടിച്ച് ഉരുളുകയാണ് അക്കാലത്തെ പ്രേമരംഗങ്ങൾ. അബ്ദുൽ ഖാദറും ഇന്ദിരാഭായിയും നവാഗതർ ആയിരുന്നതിനാൽ ഉരുളൽ ഒരുപാട് നടന്നു. കാരണം റീടേക്കുകൾ ഒരുപാട് വേണ്ടി വന്നു. ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉരുളുന്നതിൽ 2 പേർക്കും വൈഷമ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതൊരു ശീലമായി മാറി എന്നാണ് ചിരിച്ചുകൊണ്ട് നസീർ സാർ ഈ അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞത്. ആദ്യ പ്രേമഭാജനത്തിനെ പറ്റി അദ്ദേഹത്തിന് നല്ല ഓർമ്മകളാണ്. പിന്നീട് എത്ര നായികമാരോടൊപ്പം എത്ര തവണ പ്രേമിക്കാനായി എന്തൊക്കെ ചെയ്തു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ത്യാഗസീമ മുടങ്ങി, പിന്നാലെ മരുമകൾ വന്നു,
നെയ്യാറ്റിൻകര കോമളം എന്ന് പറഞ്ഞ ഒരു നായികയായി. പക്ഷേ നെയ്യാറ്റിൻകര കോമളം ഈ പറയുന്ന മരുമകളിൽ നായികയാവുന്നതിന് മുമ്പ് വനമാല എന്ന് പറഞ്ഞൊരു സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. വനമാലയിൽ അല്പം ഗ്ലാമറസ് വേഷമാണ്, കാരണം കാട്ടിലെ ആദിവാസി പെണ്ണായിട്ടാണ്. അപ്പോൾ അല്പം മാത്രം വസ്ത്രമല്ലേ കാണും. അങ്ങനെയൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്, കാട്ടുപെണ്ണായി അഭിനയിച്ചു. ആ പരിചയവും കൊണ്ടാണ് അവർ മരുമകളിൽ അഭിനയിക്കാൻ വന്നത്. കോമളം മരുമകളിൽ നന്നായി നസീർ സാറുമായി സഹകരിച്ച നടിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും നെയ്യാറ്റിൻകര കോമളം ഒരു പാവ സ്ത്രീ എന്നാണ് പ്രേം നസീർ വിലയിരുത്തുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവരൊരു പാവ സ്ത്രീയാണ്. കോമളവുമായി പാട്ടുരംഗം, എന്താ പറയുക, പ്രേമരംഗമൊക്കെ അഭിനയിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ആണ് പ്രകടനം. കെട്ടിപ്പിടിക്കുമ്പോൾ ആ കെട്ടിപ്പിടിയുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ അബ്ദുൽ ഖാദറിന് പാടാൻ പറ്റുന്നില്ല. പാടി അഭിനയിക്കണമല്ലോ. കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെച്ച് അഭിനയിച്ച് വരുമ്പോൾ പാട്ട് മുറിഞ്ഞു പോകും, കട്ടായി പോകും. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നെയ്യാറ്റിൻകര കോമളത്തിൻ്റെ നല്ല ഇടതൂർന്ന തലമുടിയാണ്. ആ തലമുടിയിൽ ഒന്നോ രണ്ടോ മുടി നസീർ സാറിൻ്റെ വായ്ക്കകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ പലവട്ടം റീടേക്കായി. അപ്പോൾ സംവിധായകന് സംഭവം പിടികിട്ടി. അദ്ദേഹം നായികയോട് പറഞ്ഞു, ആ തല കെട്ടി വയ്ക്കൂ. പിന്നെ മരുമകളിൽ അഭിനയിച്ച പാട്ട് സീനിൽ അഭിനയിച്ചത് തലമുടിയെ കെട്ടി വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് നസീർ സാർ അദ്ദേഹത്തിൻ്റെ ആദ്യ നായികമാരായ രണ്ടുപേരെ കുറിച്ചും, ഇന്ദിരാ തങ്കച്ചിയെക്കുറിച്ചും അല്ലെങ്കിൽ നെയ്യാറ്റിൻകര കോമളത്തെക്കുറിച്ചും വിലയിരുത്തുന്നത്. അടുത്ത അദ്ദേഹം പറയുന്നത് കുമാരി തങ്കം. ബിഷപ്പിൻ്റെ വിളിയിലാണ് തെക്കുറിശി അബ്ദുൽ ഖാദറിനെ പ്രേം നസീർ എന്ന് പേര് മാറ്റിയത്. നസീർ എന്ന് പേര് മാറ്റിയെന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ മുന്നിലൊരു പ്രേം കൂടി ഇടാം എന്ന് കുഞ്ചാക്കോ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തായാലും പ്രേം നസീർ, അബ്ദുൽ ഖാദർ പ്രേം നസീറായി മാറി. കുഞ്ചാക്കോയും ഓശിയും ചേർന്ന് നിർമ്മിച്ച മൂന്നാമത്തെ സിനിമ വലിയ വിജയമായിരുന്നു. തമിഴിലേക്കും തെലുങ്കിലേക്കും വരെ ഡബ്ബ് ചെയ്തു. തമിഴിൽ പശീൻ കൊടുമൈ എന്നായിരുന്നു ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ സിനിമയുടെ പേര്. തെലുങ്കിൽ അകലി പലിപ്പ് എന്നായിരുന്നു തെലുങ്കിലെ പേര്. ഈ ചിത്രത്തിൽ നായികയായി കുമാരി തങ്കം വരുന്നു. ആത്മസഖിയിൽ കുമാരി തങ്കം അഭിനയിച്ചു. നല്ല പേര് ആത്മസഖിയിലൂടെ അവരുണ്ടാക്കിയെടുത്തു. ഞങ്ങളുടെ പ്രേമരംഗം അഭിനയിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ അന്ന് നാടകവേദിയിലെ പ്രശസ്തരായ പ്രഗത്ഭരായ ശിവദാസ വേലുക്കുട്ടിയും ശിവപ്രസാദ് വേലുക്കുട്ടിയും മുതുകുളം രാഘവൻപിള്ളയും എത്തി. അവരാണ് നസീർ സാറിനും ഈ പറയുന്ന കുമാരി തങ്കത്തിനും എങ്ങനെയാണ് പ്രേമരംഗം അഭിനയിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. സംവിധായകനായ മോഹൻ റാവുവും ചില നിർദ്ദേശങ്ങൾ വച്ചു. 11 പാട്ടുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാനും കുമാരി തങ്കവും പ്രേമരംഗം നന്നായി അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ബിഷപ്പിൻ്റെ വിളി വലിയ വിജയം നേടി. തങ്കം നല്ലൊരു നടിയാണ്. അവരെൻ്റെ നായികയായിരുന്നു പിന്നെയും നിരവധി ചിത്രങ്ങളിൽ. ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ സത്യപാലാണ് അവരെ വിവാഹം കഴിച്ചത്. വേലുത്തമ്പി ദളവ ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിച്ച സത്യപാലാണ് കുമാരി തങ്കത്തിനെ വിവാഹം കഴിച്ചത്. വിവാഹാനന്തരം അവർ അഭിനയം നിർത്തി സ്നേഹസമ്പന്നയായ ഒതുക്കമുള്ള ഒരു ഭാര്യയായി സിനിമാ രംഗത്ത് നിന്ന് വിട്ടുപോയി. നസീർ സാറിൻ്റെ അടുത്ത നായിക എന്ന് പറയുന്നത് BS സരോജയാണ്. BS സരോജയോടൊപ്പം ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് അച്ഛനിലാണ്. അച്ഛൻ 3 ഭാഷകളിലാണ് നിർമ്മിച്ചത്. 3ഉം വമ്പൻ വിജയങ്ങളായിരുന്നു. തമിഴിൽ അക്കാലത്ത് നല്ല പേരുള്ള PS ഗോവിന്ദനെയാണ് നായകനായി നിർമ്മാതാക്കൾ നിശ്ചയിച്ചിരുന്നത്. ബിഷപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ ശ്രദ്ധേയനായി. അങ്ങനെയാണ് ഗോവിന്ദന് പകരം എന്നെ നായകനാക്കിയത് എന്നാണ് നസീർ സാർ പറയുന്നത്.